നമസ്കാരം. കാത്തിരിപ്പുകൾക്കും കണക്കുകൂട്ടലുകൾക്കും വിരാമം. കേരളം ആരുടെ കൈകളിലേക്ക്? വോട്ടുകുത്തി സീൽ ചെയ്ത ബാലറ്റ് പെട്ടിക്കുള്ളിലെ ജനമനസ് ഇപ്പോൾ പുറത്തു വരികയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലാണ്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസമോ അതോ ഭരണമാറ്റത്തിന്റെ അലയൊലികളോ? പ്രവചനങ്ങൾക്കപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എങ്ങനെ മാറുന്നു? ഉദ്വേഗം നിറഞ്ഞ ആ വോട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പുതിയ പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കൃത്യം 5 വർഷം മുൻപ് കേരളം നൽകിയ ആ ജനവിധി നമുക്കൊന്ന് ഓർത്തെടുക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചരിത്രപരമായ ഒരു തീരുമാനമാണ് എടുത്തത്. അന്ന് 140 അംഗ സഭയിൽ 99 സീറ്റുകൾ നേടിയാണ് LDF രണ്ടാമതും അധികാരത്തിൽ വന്നത്. UDFന് 41 സീറ്റുകൾ ലഭിച്ചപ്പോൾ BJPക്ക് അന്ന് നിലവിലുണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടമാവുകയും ചെയ്തു. അന്ന് LDFന് 45% വോട്ട് വിഹിതം ലഭിച്ചപ്പോൾ UDFന് ലഭിച്ചത് ഏതാണ്ട് 39%. ആ പഴയ കണക്കുകളിൽ നിന്നും കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പുതിയ എക്സിറ്റ് പോൾ സർവേകളിൽ ഈ വോട്ട് വിഹിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? പുതിയ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ വിശേഷങ്ങൾ നോക്കാം. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ UDFന് മികച്ച മുന്നേറ്റമുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 2 മുതൽ 4 സീറ്റുകൾ വരെ UDF നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകളിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. NDAക്ക് ഇത്തവണയും ജില്ലയിൽ സീറ്റുകളൊന്നും ലഭിക്കില്ലെന്നാണ് പ്രവചനം. ഇനി നമുക്ക് കാസർഗോഡ് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മഞ്ചേശ്വരം. എല്ലാവരും ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരത്ത് ഇത്തവണയും UDF തന്നെ വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. NDA ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് തന്നെയാണ് ഇത്തവണയും വിജയസാധ്യത. BJPക്ക് വോട്ട് വിഹിതത്തിൽ ഏകദേശം 3% കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തൃക്കരിപ്പൂരാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ അട്ടിമറി ഇത്തവണ തൃക്കരിപ്പൂരിൽ സംഭവിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. 1960 ശേഷം ഇതുവരെ കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്ത ഈ ഇടതുകോട്ടയിൽ ഇത്തവണ UDF വിജയിക്കുമെന്നാണ് പ്രവചനം. ഇത് LDFന് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇനി അടുത്തത് ഉദുമ മണ്ഡലമാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഉദുമ മണ്ഡലത്തിലും ഇത്തവണ UDF മുന്നേറ്റം നടത്തുമെന്നാണ് സൂചന. കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും UDFന് നേരിയ മുൻതൂക്കം ലഭിക്കാമെന്ന് സർവേ പറയുന്നു. അടുത്തത് കാസർഗോഡ് മണ്ഡലത്തിൽ UDF തങ്ങളുടെ ആധിപത്യം തുടരുമെന്ന് തന്നെയാണ് പ്രവചനം. മുസ്ലിം ലീഗിന്റെ കരുത്തിൽ UDF ഇവിടെ സുരക്ഷിതമായ ഭൂരിപക്ഷം നിലനിർത്താൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കാസർഗോഡ് ജില്ലയിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ UDFന് 43%, LDFന് 36%, NDAക്ക് 17% ലഭിക്കാനാണ് സാധ്യത. വടക്കൻ മലബാറിൽ ഇത്തവണ UDF തരംഗം ഉണ്ടാകുമോ എന്നാണ് കാസർഗോഡ് ജില്ലയിലെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് പിന്നിട്ട് നമ്മൾ എത്തുന്നത് ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലേക്കാണ്. എന്നാൽ ഇത്തവണ കണ്ണൂരിലെ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? എക്സിറ്റ് പോൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ LDFന് വോട്ട് ചോർച്ചയുണ്ടാകുമെന്നാണ് സൂചന. കണ്ണൂരിലെ ആകെയുള്ള 11 സീറ്റുകളിൽ UDF 5 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയാണ് സർവേ പ്രവചിക്കുന്നത്. പല ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും ഇത്തവണ UDF കടുത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ണൂരിലെ പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം വിശദമായി ഒന്ന് പരിശോധിക്കാം. കണ്ണൂർ മണ്ഡലം. കണ്ണൂർ കോർപ്പറേഷൻ മേയർ കൂടിയായ UDF സ്ഥാനാർത്ഥി TO മോഹനന് മണ്ഡലത്തിൽ വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ UDFന് ഇവിടെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രവചനം. ഇനി അടുത്തത് അഴീക്കോടാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് അഴീക്കോട്. കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്ത ഈ മണ്ഡലം ഇത്തവണ UDF തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. വോട്ടർമാരുടെ പൾസ് ഇത്തവണ UDFന് അനുകൂലമാണെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് പേരാവൂരാണ്. UDFന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നായ പേരാവൂരിൽ ഇത്തവണയും UDFന് തന്നെയാണ് മുൻതൂക്കം. LDF ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും സണ്ണി ജോസഫ് മണ്ഡലം നിലനിർത്തുമെന്നാണ് പ്രവചനം. ഇനി അടുത്തത് തളിപ്പറമ്പാണ്. CPMന്റെ ഉരുക്കുകോട്ടയായ തളിപ്പറമ്പിൽ ഇത്തവണ മാറ്റമുണ്ടാകില്ലെന്ന് സർവേ പറയുന്നു.
പറയുന്നു. PK ശ്യാമളയിലൂടെ LDF ഇവിടം വിജയം ഉറപ്പിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. കടുത്ത പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കോട്ട കാക്കാൻ LDFന് ഇവിടെ സാധിക്കും. ഇനി അടുത്തത് പയ്യന്നൂരും കല്യാശ്ശേരിയുമാണ്. ഈ മണ്ഡലങ്ങളിൽ LDF തങ്ങളുടെ ആധിപത്യം തുടരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വോട്ട് വിഹിതത്തിൽ ചെറിയ തോതിലുള്ള വ്യത്യാസം ഇത്തവണ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കണ്ണൂർ ജില്ലയിൽ UDF ഇത്തവണ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നും 5 സീറ്റുകൾ വരെ പിടിച്ചെടുക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. വടക്കൻ കേരളത്തിൽ LDFന് നേരിടേണ്ടി വരുന്ന ഈ തിരിച്ചടി സംസ്ഥാന ഭരണത്തെ തന്നെ ബാധിക്കുമോ എന്ന് നമുക്ക് ഫലം വരുമ്പോൾ അറിയാം. കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വയനാട്ടിലേക്ക് കടക്കാം. കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു ജില്ലയാണിത്. ഫലങ്ങൾ പ്രകാരം വയനാട് ജില്ല ഇത്തവണ UDF തൂത്തുവാരുമെന്നാണ് സൂചന. ജില്ലയിലെ ആകെയുള്ള 3 സീറ്റുകളിലും UDFന് തന്നെയാണ് വിജയസാധ്യത പ്രവചിക്കപ്പെടുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് ചോർച്ചയാണ് വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം ഇങ്ങനെയാണ്. കൽപ്പറ്റയിലേക്ക് നോക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ആധിപത്യമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. LDFന് മണ്ഡലത്തിൽ വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സുൽത്താൻ ബത്തേരി ഇത്തവണയും UDFനൊപ്പം ഉറച്ചു നിൽക്കും. IC ബാലകൃഷ്ണന് മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികൾ ഇല്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് മാനന്തവാടിയാണ്. മാനന്തവാടിയിലും UDF മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. LDFന്റെ വോട്ട് വിഹിതത്തിൽ ഏകദേശം 5% വരെ കുറവ് മാനന്തവാടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ വയനാട്ടിലെ 3 സീറ്റുകളും നേടി UDF തങ്ങളുടെ കരുത്ത് തെളിയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും മറ്റ് രാഷ്ട്രീയ ഘടകങ്ങളും വയനാട്ടിൽ UDFന് വലിയ തുണയാകുന്നു എന്നാണ് സർവേ നൽകുന്ന സൂചന. നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് മലബാറിലെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ്. ഇടതുപക്ഷത്തിന് എപ്പോഴും വലിയ മുൻതൂക്കം നൽകാറുള്ള കോഴിക്കോട് ഇത്തവണ UDFന് ഒപ്പമാണെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ജില്ലയിലെ ആകെയുള്ള 13 സീറ്റുകളിൽ UDF ഇത്തവണ വൻ മുന്നേറ്റം നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. കഴിഞ്ഞ തവണ 11 സീറ്റുകളിൽ വിജയിച്ച LDF ഇത്തവണ കേവലം 2 മുതൽ 4 സീറ്റുകളിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ടെന്ന് സർവേ പറയുന്നു. പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ബേപ്പൂർ, കോഴിക്കോട്ടെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് ബേപ്പൂരിലാണ്. ഇത്തവണ ഇവിടെ കടുത്ത പോരാട്ടമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. LDFന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായ ഇവിടെ UDF അട്ടിമറി നടത്തുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇനി അടുത്തത് കോഴിക്കോട് നോർത്ത് ആൻഡ് സൗത്ത് ആണ്. ഈ 2 മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. നഗരമേഖലകളിൽ UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായേക്കാമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി അടുത്തത് കൊടുവള്ളിയാണ്. കടുത്ത പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കൊടുവള്ളി. ഇവിടെയും UDFന് വിജയസാധ്യത ഉണ്ടെന്നാണ് പ്രവചനം. മുസ്ലിം ലീഗിന്റെ കരുത്തുകൂടി ചേരുമ്പോൾ UDF ഇവിടെ ആത്മവിശ്വാസത്തിലാണ്. ഇനി വടകരയും കൊയിലാണ്ടിയുമാണ്. ഈ മണ്ഡലങ്ങളിലും LDFന് വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് സംഭവിക്കാമെന്നും UDF അട്ടിമറി വിജയങ്ങൾ നടത്തിയേക്കാമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കോഴിക്കോട് ജില്ലയിൽ UDF ഇത്തവണ വൻ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. LDFന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്ന് നമുക്ക് ഫലം വരുമ്പോൾ അറിയാം. ഇനി പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധേയമായ പാലക്കാട് ഇത്തവണ ആർക്കൊപ്പമാണ്? എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ UDFന് വ്യക്തമായ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം ഇങ്ങനെയാണ്. പാലക്കാട് മണ്ഡലം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആളുകൾ നോക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടിയിലൂടെ UDF മണ്ഡലം നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിലും UDFന് തന്നെയാണ് ഇവിടെ വിജയസാധ്യത. ഇനി അടുത്തത് തൃത്താല. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ തൃത്താല ഇത്തവണ UDF തിരിച്ചു പിടിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. VT ബൽറാം തൃത്താലയിലൂടെ വീണ്ടും നിയമസഭയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ഇനി UDFന് വലിയൊരു ആവേശമായിരിക്കും. ഇനി അടുത്തത് ഒറ്റപ്പാലമാണ്. എന്നാൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K. പ്രേംകുമാർ വിജയം നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് കാത്തുസൂക്ഷിക്കാൻ LDFന് ഇവിടെ സാധിച്ചേക്കും. മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മണ്ണാർക്കാട്, ചിറ്റൂർ, പാമ്പാടി തുടങ്ങിയ മണ്ഡലങ്ങളിലും UDF തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുമെന്നാണ് സർവേ നൽകുന്ന സൂചന. മൊത്തത്തിൽ നോക്കിയാൽ പാലക്കാട് ജില്ലയിൽ UDF വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പാലക്കാട് ജില്ലയിൽ തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് UDF വലിയ കരുത്ത് കാണിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം.
NDA പലയിടത്തും ശക്തമായ വോട്ട് വിഹിതം നേടുമെങ്കിലും സീറ്റുകൾ നേടാൻ സാധ്യതയില്ലെന്നും സർവേ സൂചിപ്പിക്കുന്നു. പാലക്കാട് പിന്നിട്ട് നമ്മൾ ഇനി എത്താൻ പോകുന്നത് UDFന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറം ജില്ലയിലേക്കാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം മലപ്പുറത്ത് ഇത്തവണ UDF തരംഗത്തിനാണ് സാധ്യത കാണുന്നത്. ജില്ലയിലെ ആകെയുള്ള 16 സീറ്റുകളിൽ UDF 14 മുതൽ 16 സീറ്റുകൾ വരെ തൂത്തുവാരാൻ സാധ്യതയുണ്ടെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. LDFന് ഇത്തവണ ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും അവർ പരമാവധി 2 സീറ്റുകളിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ടെന്നും സർവേ സൂചിപ്പിക്കുന്നു. പ്രധാന വിശേഷങ്ങൾ ഇങ്ങനെയാണ്. 16-ൽ 16 നേടിയേക്കാം എന്നതാണ്. ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും UDF നേടിയേക്കാം എന്നാണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചിട്ടയായ പ്രവർത്തനവും വോട്ടർമാരുടെ ഏകീകരണവും UDFന് വലിയ കരുത്തായി മാറുന്നു. കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന പല മണ്ഡലങ്ങളും ഇത്തവണ UDF അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ട്. ഇടത് സ്വതന്ത്രരിലൂടെയും മറ്റും LDF പിടിച്ചെടുത്ത സ്വാധീനം ഇത്തവണ വോട്ടായി മാറില്ലെന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. മലപ്പുറത്ത് UDFന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ UDFന് സാധിക്കും. ചുരുക്കത്തിൽ മലപ്പുറം ജില്ല ഇത്തവണ UDFന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഈ തരംഗം സംസ്ഥാനത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മലപ്പുറത്തിന് ശേഷം നമുക്ക് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഒന്ന് നോക്കാം. ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എപ്പോഴും അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള തൃശ്ശൂരിൽ ഇത്തവണ ആർക്കാണ് മുൻതൂക്കം? എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് ആധിപത്യം പ്രവചിക്കുന്നത്. ജില്ലയിലെ ആകെയുള്ള 13 സീറ്റുകളിൽ LDF 9 മുതൽ 11 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. UDFന് 2 മുതൽ 4 സീറ്റുകൾ വരെയാണ് പ്രവചിക്കപ്പെടുന്നത്. പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം ഇങ്ങനെയാണ്. തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ UDFന് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാമെങ്കിലും BJPയും LDFും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇനി അടുത്തത് നാട്ടിക മണ്ഡലത്തിൽ LDFന്റെ ആധിപത്യം തുടരുമെന്നാണ് പ്രവചനം. ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലമായി നാട്ടിക നിലനിൽക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. ഇനി അടുത്തത് ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ. ഇവിടേക്ക് വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലും LDFന് തന്നെയാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. UDF വോട്ട് വർദ്ധിപ്പിക്കുമെങ്കിലും അത് വിജയത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം. തൃശൂർ LDFന് 43%, UDFന് 38% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. NDA ജില്ലയിൽ ഏകദേശം 16% വോട്ട് നേടിയേക്കാമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ വടക്കൻ ജില്ലകളിൽ UDF മുന്നേറ്റം നടത്തുമ്പോഴും തൃശൂരിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ LDFന് സാധിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. നമ്മൾ ഇനി വിശകലനം ചെയ്യാൻ പോകുന്നത് എറണാകുളം ജില്ലയെക്കുറിച്ചാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയവാർത്തകൾ വരുന്നത് ഇവിടെ നിന്നാണ്. എറണാകുളം ജില്ലയിൽ UDF തരംഗത്തിനാണ് സാധ്യത കാണുന്നത്. ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിൽ 14-ൽ 14 സീറ്റും UDF തൂത്തുവാരാനുള്ള സാധ്യതകളാണ് സർവേ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് LDFന് ജില്ലയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രവചനം. പ്രധാന മണ്ഡലങ്ങളിലെ സാഹചര്യം ഇങ്ങനെയാണ്. കളമശ്ശേരി, കടുത്ത പോരാട്ടം നടക്കുന്ന കളമശ്ശേരിയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണെങ്കിലും UDFന് നേരിയ മേൽക്കൈ സർവേ പ്രവചിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിച്ചേക്കാം. ഇനി അടുത്തത് തൃപ്പൂണിത്തുറയാണ്. K ബാബുവിലൂടെ തൃപ്പൂണിത്തുറ UDF നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ശക്തമായ വെല്ലുവിളി LDF ഉയർത്തുന്നുണ്ടെങ്കിലും UDF വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാണെന്ന് സർവേ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് കുന്നത്തുനാടാണ്. 2020യുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കുന്നത്തുനാട് മണ്ഡലത്തിൽ ഇത്തവണ UDF മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രവചനം. ത്രികോണ മത്സരത്തിനൊടുവിൽ UDF ഇവിടെ വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൊച്ചി, തൃക്കാക്കര, എറണാകുളം എന്നീ മണ്ഡലങ്ങളിൽ UDFന് വ്യക്തമായ ആധിപത്യമുണ്ട്. LDFന്റെ പക്കലുള്ള കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലും UDF അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നു. ചുരുക്കത്തിൽ എറണാകുളം ജില്ല UDFന് 100% വിജയസാധ്യതയാണ് കൽപ്പിക്കുന്നത്. മലപ്പുറം കഴിഞ്ഞാൽ UDFന് ഇത്രയേറെ ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു ജില്ല കേരളത്തിൽ ഇല്ലെന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഇനി അടുത്തത് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കോട്ടയത്ത് UDF തരംഗമാണ് പ്രവചിക്കപ്പെടുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറുന്നു. UDFന് 44% വോട്ട് വിഹിതം
സീറ്റുകളുടെ എണ്ണം 7 മുതൽ 9 വരെയാകാം. ഇനി LDFന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 36% വോട്ട് വിഹിതം, പരമാവധി ലഭിക്കാവുന്നത് 2 സീറ്റുകൾ മാത്രമാണ്. ചിലപ്പോൾ അത് 0-ലേക്ക് താഴാനും സാധ്യതയുണ്ട്. ഇനി NDAയിലേക്ക് വരുമ്പോൾ 15% വോട്ട് വിഹിതം നേടുമെങ്കിലും സീറ്റുകളൊന്നും പ്രവചിക്കപ്പെടുന്നില്ല. കേരളം ഉറ്റുനോക്കുന്ന പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പന് തന്നെയാണ് മുൻതൂക്കം. കേരള കോൺഗ്രസ് എമ്മിന്റെ LDF പ്രവേശം വോട്ടർമാർക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും UDF സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് അടുക്കുന്നു. ഈ എക്സിറ്റ് പോൾ ഫലം ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ തന്നെയാണ്. നിലവിൽ 5 MLA-മാരുള്ള പാർട്ടിക്ക് സ്വന്തം തട്ടകത്തിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ആധിപത്യം ഇക്കുറി ആവർത്തിക്കപ്പെടില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു. LDFന് നേരിയ പ്രതീക്ഷയുള്ളത് വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്. വൈക്കത്ത് LDFന് മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളിയിലും ഏറ്റുമാനൂരിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇതിൽ കാഞ്ഞിരപ്പള്ളിയാണ് LDF 2ാം സ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത് എങ്കിലും UDFനാണ് അവിടെയും സാധ്യത. LDF മുന്നണിയിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ കേരള കോൺഗ്രസ് എമ്മിന് ഇക്കുറി കനത്ത തിരിച്ചടിയാണ് പ്രവചിക്കപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളിയിലും വൈക്കത്തും മാത്രമാണ് LDFന് നേരിയ പ്രതീക്ഷയുള്ളത്. പക്ഷേ അവിടെയും UDF കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ചുരുക്കത്തിൽ കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. ജോസ് കെ മാണിയുടെ കരുത്തും UDFന്റെ തിരിച്ചുവരവും അളക്കപ്പെടുന്ന ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം ആർക്കൊപ്പം എന്ന് വോട്ടെണ്ണൽ ദിനം അറിയാം. കോട്ടയത്തെ UDF തരംഗത്തിന്റെ വാർത്തകൾക്ക് പിന്നാലെ അയൽ ജില്ലയായ ഇടുക്കിയിലും ചിത്രം വ്യത്യസ്തമല്ല. ഹൈറേഞ്ചിലും UDF കാറ്റ് ശക്തമായി വീശുന്നു എന്നാണ് എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നത്. ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി UDF മുന്നേറുമ്പോൾ അട്ടിമറികളുടെ ഒരു പരമ്പര തന്നെയാകുമോ ഇടുക്കിയിൽ സംഭവിക്കുക? വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF വലിയ ആധിപത്യം പുലർത്തുന്നു. UDF 45% വോട്ട് വിഹിതം, കഴിഞ്ഞ തവണത്തേക്കാൾ 4% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. LDFിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 38% വോട്ട് വിഹിതം, കഴിഞ്ഞ തവണത്തേക്കാൾ 5% ഇടിവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. NDA 11% വോട്ട് വിഹിതം. സീറ്റ് നില പരിശോധിച്ചാൽ ജില്ലയിലെ 5 സീറ്റുകളിൽ 4 മുതൽ 5 വരെയും UDF തൂത്തുവാരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. LDFന് പരമാവധി ലഭിക്കാവുന്നത് 1 സീറ്റ് മാത്രമാണ്. ഇടുക്കിയിലെ ഏറ്റവും വലിയ ഞെട്ടൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ നിന്നാണ്. ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിന് അടിതെറ്റുമെന്നും UDF സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടുമെന്നുമാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തിന് പിന്നാലെ ഇടുക്കിയിലും കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. PJ ജോസഫിന്റെ കരുത്തിൽ തൊടുപുഴ UDF നിലനിർത്തും. ദേവികുളത്തും പീരുമേട്ടിലും UDFന് വ്യക്തമായ മുൻതൂക്കമാണ് ഉള്ളത്. MM മാണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ മാത്രമാണ് LDFന് നേരിയ പ്രതീക്ഷയുള്ളത്. എന്നാൽ അവിടെയും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. കർഷക പ്രശ്നങ്ങളും ഭൂമി വിഷയങ്ങളും സജീവമായി നിന്ന ഇടുക്കിയിൽ ഇക്കുറി ജനവിധി UDFന് അനുകൂലമാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അടിവരയിടുന്നത്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരാം. ആലപ്പുഴ ജില്ലയിലെ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. UDF 5 മുതൽ 4 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട്. LDF 2 മുതൽ 4 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. NDAക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല. പ്രധാന മണ്ഡലങ്ങളിലെ സാധ്യതകൾ UDF ഹരിപ്പാട് സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം മറ്റ് മണ്ഡലങ്ങളിലും മുന്നേറ്റം നടത്തുമെന്ന് കരുതപ്പെടുന്നു. ഇനി LDFിലേക്ക് വരുമ്പോൾ മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല എന്നീ മണ്ഡലങ്ങളിൽ LDF വിജയിക്കുമെന്ന് സർവേകൾ കണക്കുകൂട്ടുന്നു. അമ്പലപ്പുഴയിലും നേരിയ മുൻതൂക്കം LDF പ്രവചിക്കുന്നുണ്ടെങ്കിലും അരൂർ, കായംകുളം എന്നീ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ആലപ്പുഴയിലെ തീരദേശ പോരാട്ടങ്ങൾ കണ്ടുകഴിഞ്ഞു. നമ്മൾ ഇനി നീങ്ങുന്നത് ഇടതുകോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലേക്കാണ്. എന്നാൽ ഇക്കുറി കൊല്ലം ഇടതിനെ കൈവിടുമോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കൊല്ലത്ത് UDF വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. 11 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും UDF പിടിച്ചെടുക്കുമോ? നമുക്ക് നോക്കാം. കൊല്ലത്ത് UDF ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 7 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുള്ളതായി സർവേ പ്രവചിക്കുന്നു. LDFിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി നേരിടാം. സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. NDA വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടെങ്കിലും സീറ്റുകൾ പ്രവചിക്കുന്നു.
പ്രവചിക്കപ്പെടുന്നില്ല. കൊല്ലം നഗരമണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ബിന്ദു കൃഷ്ണയുടെ കരുത്തിൽ UDF മണ്ഡലം പിടിച്ചെടുക്കാനാണ് സാധ്യതയെന്ന് എക്സിറ്റ് പോൾ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും LDFന് ആശ്വാസം നൽകുന്നത് കൊട്ടാരക്കരയും പത്തനാപുരവുമാണ്. ധനമന്ത്രി KN ബാലഗോപാലിനും KB ഗണേഷ് കുമാറിനും മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. എങ്കിലും വോട്ട് വിഹിതത്തിലെ കുറവ് LDF ക്യാമ്പുകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ചവറയിലും കരുനാഗപ്പള്ളിയിലും UDF തരംഗം ദൃശ്യമാണ്. കുണ്ടറയിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടിയ LDFന് ഇക്കുറി വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് സർവേ പ്രവചിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഈ പ്രവചനം ഫലമാവുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. UDFന്റെ തിരിച്ചുവരവും LDFന്റെ കോട്ടകൾ തകരുന്നതും കേരളം ഉറ്റ് നോക്കുന്നു. കൊല്ലത്തെ അട്ടിമറി സാധ്യതകൾക്ക് പിന്നാലെ നമ്മൾ എത്തുന്നത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തേക്കാണ്. ഇടതു കോട്ടകളും UDF സ്വാധീന മേഖലകളും NDAയുടെ നിർണായക സാന്നിധ്യവുമുള്ള തലസ്ഥാനത്ത് ഇക്കുറി ആര് വാഴും? എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് UDFന് വലിയ കുതിപ്പാണ് പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ചിത്രം മാറി മറിയുകയാണ്. UDFന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജില്ലയിൽ UDFന് ശക്തമായ മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നു. പല സിറ്റിംഗ് സീറ്റുകളിലും UDF വലിയ വെല്ലുവിളി ഉയർത്തുന്നു. LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം ഇക്കുറി LDFന് ഉണ്ടാകില്ലെന്നാണ് സൂചന. സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി NDAയിലേക്ക് വരാം. തിരുവനന്തപുരത്ത് NDA തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നു. കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിൽ ഇക്കുറി NDAക്ക് മുൻതൂക്കമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇവിടെ NDA സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നത്. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും UDF വ്യക്തമായ മേധാവിത്വം പുലർത്തുന്നു. കഴക്കൂട്ടത്ത് LDFും NDAയും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും UDFന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് എക്സിറ്റ് പോൾ കണക്ക് കൂട്ടുന്നു. LDFന്റെ ഉറച്ച പല സീറ്റുകളിലും ഇക്കുറി വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. തലസ്ഥാനം ആര് ഭരിക്കുമെന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം വ്യക്തമാക്കുന്നുണ്ട്. UDFന്റെ തിരിച്ചുവരവും NDAയുടെ കരുത്തും LDFന്റെ തിരിച്ചടിയും തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ ദിനത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും. തെക്കു മുതൽ വടക്കു വരെ UDFന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു എന്നാണ് ഈ സർവേ ഫലങ്ങൾ അടിവരയിടുന്നത്. എന്നാൽ ഈ കണക്കുകൾ കണ്ട് ആരും ഇപ്പോൾ തന്നെ വിജയാഘോഷങ്ങൾ തുടങ്ങാറായിട്ടില്ല. എന്തുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കരുത് എന്ന് പറയുന്നത്? അതിന് നമുക്ക് മുന്നിൽ മുൻകാല അനുഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് പല പ്രമുഖ സർവേകളും പ്രവചിച്ചതിനേക്കാൾ വലിയ വിജയമാണ് LDF നേടിയത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ട് ജനവിധി മാറി മറിഞ്ഞ ചരിത്രവുമുണ്ട്. വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് കൃത്യമായി അളക്കാൻ ഒരു സർവേക്കും 100% കഴിയില്ല. നിശബ്ദ വോട്ടുകളും അവസാന നിമിഷം മാറിയേക്കാവുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും പലപ്പോഴും ഈ പ്രവചനങ്ങളെ അട്ടിമറിക്കാറുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലം UDFന് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തുറന്ന് കൃത്യമായ എണ്ണമെടുക്കുന്നത് വരെ എല്ലാം കേവലം പ്രവചനങ്ങൾ മാത്രമാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിൽ വരുമോ എന്നറിയാൻ നമുക്ക് വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കാം. കേരളത്തിന്റെ യഥാർത്ഥ വിധി അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ജനഹിതം എന്തു തന്നെയായാലും അത് ജനാധിപത്യത്തിന്റെ വിജയമാകട്ടെ. എക്സിറ്റ് പോൾ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇക്കുറി ആര് ഭരിക്കും? താഴെ കമന്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.